കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് KSSPA ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം സബ് ട്രഷറിക്ക് മുൻപിൽ കരിദിനാചരണവും പ്രതിഷേധ ധർണയും നടത്തി. വനിതകൾ അടക്കം 100 കണക്കിന് പെൻഷൻകാർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും നടത്തി. കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ് പദ്ധതി കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PP ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് സക്കറിയാസ് അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം PT കുര്യാക്കോസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. KV പത്മനാഭൻ, K ദിവാകരൻ, P ദിനേശൻ, KC ജോൺ, M ലീല, PC മറിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സമാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആലക്കോട് സബ് ട്രഷറിക്ക് മുൻപിലും പ്രതിഷേധ ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MB കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ, കൗൺസിലർമാരെ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് അധ്യക്ഷ ഭാഷണത്തിൽ നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് വളരെ വിശദമായി സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷൻ തുകയും നടപ്പാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും, സാധാരണ ജൂലൈ മാസമായിരുന്നു, നമ്മളൊക്കെ സമരം ചെയ്തതാണ്. ശമ്പള പരിഷ്കരണം ഒരു മാസം വൈകിയപ്പോൾ, കമ്മീഷൻ നിയമിക്കാൻ 1 മാസം വൈകിയപ്പോൾ ഇടതുപക്ഷ സംഘടനയോടൊപ്പം ചേർന്ന് സമരം ചെയ്ത പാരമ്പര്യം UDF സംഘടനകൾക്കുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന, ന്യായമായും ലഭിക്കേണ്ടിരുന്ന അവകാശങ്ങൾക്ക് വേണ്ടി മാറി നിന്ന് കുറ്റം പറഞ്ഞ് നടക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.